എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. ഗൈസ്, അപ്പൊ അടിപൊളി ഒരു ഗെയിമായിട്ടാണ് പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിച്ച് ടോക്കൺ എഴുതുവാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ അക്കത്തിക്കുത്താനേരമ്പ് വെച്ചിട്ടാണ് ആൾക്കാരെ കണ്ടുപിടിച്ച്. ഇന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പേന വെച്ച് ചെയ്തായിരുന്നു. ഇപ്പൊ പുതിയ ടോക്കൺ പരിപാടിയാണ് ചെയ്യുന്നത്. ഞാനിപ്പോ ഒരു സാധനം കാണിച്ചുതരാം. ഈ ബോള് ഇതിനകത്തിലോട്ട് എറിഞ്ഞിടണം. അതായത് ഇങ്ങനെ വന്ന് ഈ ബോൾ അതിലോട്ട് എറിഞ്ഞിടും. അതാണ് നമ്മുടെ ടാസ്ക്. നമ്മൾ ടാസ്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പണിഷ്മെന്റ് ഉണ്ട്. എന്തായിരിക്കും അത്? നിച്ചു പറ, എന്തായിരിക്കും പണിഷ്മെന്റ്? പൊടി എടുത്ത് മോന്തയൊക്കെ ഈ ഐഡിയ എന്റെയാണ്, നിച്ചുവിന്റെ ഐഡിയ അല്ല. കഴിഞ്ഞ ദിവസം മുളകൊക്കെ ആയിട്ട് നിച്ചു ചെയ്ത് ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ. ഇപ്പൊ സംഭവങ്ങളെല്ലാം സെറ്റാണ്. ഞാൻ ഇപ്പൊ ഇതൊക്കെ കണ്ണാടി മാറ്റും. ചിലപ്പോ നിച്ചു കണ്ണാടി തല്ലി പൊട്ടിച്ചാലും ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ. സൈക്കോ ആയി മാറ്റും. സൈക്കോ ആയി മാറിയാലും അപ്പൊ ഞാൻ ഏതേത് അക്ഷരം? അക്ഷരം പോലും വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. നീ എഴുതിന്റെ എം പോലെ എന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എം പോലെ എന്നെ എഴുതി വെച്ച് ഇതെന്ത് സംഭവം? ഇത് ആരുടെ തുമ്പിക്കൈയാണ് ഇത്? ചുമ്മാ ഇങ്ങനെ ആയി പോയത്. എന്ത് ചെയ്യാന്? ഗൈസ്, ഇപ്പൊ ഓർഡർ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ്, ചേച്ചി സെക്കൻഡ്, തേർഡ്. ഞാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതായത് ഈ ഓർഡർ തന്നെ പോകണേ. അപ്പൊ 2 ബോളുണ്ട്. ഒറ്റ അടിക്ക് തന്നെ ഞാൻ എറിയണം. ആ എറിഞ്ഞ് ഏതെങ്കിലും ഒരെണ്ണം വിട്ടാൽ ഞാൻ സേഫ് ആവും. 2 എണ്ണവും പോയില്ലേ പണിഷ്മെന്റ് ഇതെടുത്ത് മോന്തയ്ക്ക് അടിക്കുക. അതാണ് പണിഷ്മെന്റ്. ഉന്നം പിടിച്ച് നമ്മള് കറക്റ്റായിട്ട് എറിയുമ്പോൾ 2 എണ്ണോട് ഒരുമിച്ച്. ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. ആദ്യം തന്നെ എനിക്ക് പണി കിട്ടി. നിച്ചു, നീ റെഡി ആയിക്കോ. നീ കഴിഞ്ഞു. നിന്നെ ഇവിടെ കുതി വെച്ച് കുളിപ്പിക്കും. നീ ഓടി വെച്ചിട്ട് നിച്ചു അടുത്തത്. കോമഡി ആയി പോയത്. അത് എറിഞ്ഞു നോക്കി. അല്ല, രണ്ടും ഒരുമിച്ച് രണ്ടും ഒരു കൈക്കകത്ത് എടുത്ത് എറിയണം. മുടിക്കാത്തല്ലോ ആയിട്ടുള്ളൂ. നോക്കിക്കേ, മുടിക്കാത്തായിട്ടില്ല. ഇനി ചേച്ചിയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും പണി കിട്ടി. ഇനി ചേച്ചി തിക്കുണ്ടതി, പെച്ചുണ്ടതി, എറുണ്ടതി. മോദിയുടെ ഗ്യാരണ്ടി. കട്ട ടഫാണ് ഈ ഗെയിം. കാരണം ഞങ്ങൾ 3 പേരെ കൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. ഈ റൗണ്ടിലൂടെ ഒന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റ കൈ സിമ്പിളായിട്ട് എറിയുന്ന രീതി നമുക്ക് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. ഓടി എറി. ഇനി തോക്കത്തില്ല. നീ ഇത് കണ്ടു. ഇത് വീണിരിക്കേ. എന്തായാലും വീഴാൻ പോകുന്നില്ല. ഞാൻ 2 ഈ വട്ടം നിച്ചോടാകുമ്പോഴത്തേക്ക് 2 ആവും. സെറ്റ് ആണ്. ഞാൻ
അമ്മ നോക്കുമെന്നല്ല, ഈ വട്ടം ഞങ്ങൾ കൂട്ടുവാ ചേച്ചി. ചേച്ചിയോട് ആകുമ്പോഴേ ഞങ്ങൾ ഈക്കലാവും, 3 പേര് ഈക്കലാവും. അറിയോ? സത്യം പറഞ്ഞ എനിക്ക് റോളില്ല, അമ്മയും മോളൂടെ പരിപാടിയെല്ലാം തീർക്കുന്നത്. ഇവര് തമ്മിൽ അടിയില്ല, ഞാനില്ല, എനിക്ക് അവസരം. ഇപ്പൊ ഈ ഒരു കൈയെ വെച്ച് 2 ബോളിലൂടെ എറിയുന്ന പരിപാടി നിർത്തുക. കാരണം വേറെ ഒന്നുമില്ല, ആരുടെയും വീഴുന്നില്ല. ജസ്റ്റ് ഒരെണ്ണയിലും വിട്ടിട്ട് വേണം എനിക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഒറ്റ കൈയിൽ ഒരാൾക്ക് 2 ചാൻസ് എന്ന രീതിയിൽ. ഓക്കെ അല്ലേ? ഫസ്റ്റ് ബോൾ എറിയാൻ പോവാണേ. രണ്ടെണ്ണം എറിയാൻ ചാൻസ് ഉണ്ട്. രണ്ട് ചാൻസ് ഉണ്ടേ. നിച്ചുവിനെ കൊണ്ട് പറ്റത്തില്ല നിച്ചു. പിന്നെ ഇവിടെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അപ്പോഴല്ലേ നിച്ചു. നിച്ചു ഊതി വിടണോടോ. എനിക്ക് ഇച്ചിരി ആരോഗ്യത്തിൽ ഇറങ്ങിയാലേ അവിടെ ചെല്ലത്തുള്ളൂ. എന്തായാലും സെറ്റാ. എന്റെ ആളെ ഇച്ചിരി അടുത്തേലും പോയാൽ അതുപോലെ പണിഷ്മെന്റ് മരിക്കുന്ന എനിക്ക് മതിയായി. മീശയുടെ കുറവുണ്ടായിരുന്നു. ചേച്ചി വീഴ്ത്തിയില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി നിർത്താൻ പറ്റത്തില്ല. എങ്ങനെയും വീഴ്ത്തണം, അതാണ് ഇനി ലക്ഷ്യം. ചേച്ചിയുടെ അടുത്തിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അത് വീഴണം, എന്നാലേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബൈ. ഓ വീഴ്ത്തണം കേട്ടോ. കപ്പ് കാണുന്നില്ല. എടി എന്നാ പിന്നെ കിടക്ക്, നീ കയറി എടി കിടക്കാല്ലേ പറഞ്ഞു. ഉടനെ പറഞ്ഞാൽ ചെയ്തോളൂ. എന്തൊരു അനുസരണയാ. ചേച്ചി എടി ഞാൻ ഊതണോ അത് അവിടം വരെ ചെല്ലാനായിട്ട്? എടി അവിടം വരെയും ചെല്ലണം, എന്നാലേ ആ കാര്യങ്ങൾ കിടക്കത്തുള്ളൂ. ഇപ്പൊ ഇത് ക്ലിയർ ആയിട്ട് വരും. ഇതോടെ പരിപാടി ഗെയിം എല്ലാം നിർത്തുവാണ് നമ്മള്. ഓ ഇത് ക്ലിയർ ആയിട്ട് വരും. ഇതോടെ പരിപാടി ഗെയിം എല്ലാം നിർത്തുവാണ്. ഞാൻ പറഞ്ഞില്ല ഇതോടെ തീർക്കുമോ ഗെയിം. ബാക്കിലോട്ട് പോകണമെന്ന് ക്യാമറ ഓക്കെ അല്ലേ? ഇടട്ടെ, നീ വീഡിയോ ഓണാക്കുക.